ചെക്കന്മാർക്ക് ഇതുവരെ എഴുന്നേക്കാൻ നേരെയില്ലേ? എത്ര മണിയായെന്ന വിചാരം? ഇനി കുറച്ചു കഴിയുമ്പോ വരും. അമ്മ വിളിച്ചില്ല, അമ്മ മറന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഓർത്ത പോലെ വളർന്നു രണ്ടും. എന്നിട്ടും ഇപ്പോഴും ഞാൻ വിളിച്ചെഴുന്നേപ്പിച്ചില്ലെങ്കിൽ എഴുന്നേക്കില്ല. ചെന്ന് വിളിക്കട്ടെ രണ്ടിനെയും. ഡാ ചിമ്മി, എഴുന്നേറ്റേ. 7 മണിയായി, എഴുന്നേക്ക്. കുറച്ചേരം കൂടി ഉറങ്ങട്ടങ്ങ. ഉറക്കം മതിയായില്ല. മതി ഉറങ്ങിയത്. പോയി പല്ലേക്കേ. ഇതാ ബ്രഷ്. അയ്യോ, അത് ബ്രഷല്ല, എന്റെ കയ്യിലാ, മാറിപ്പോയി. എന്താ കിച്ചു, എഴുന്നേറ്റ്. 7 മണിയായി, എഴുന്നേക്ക്. വേഗം. എഴുന്നേറ്റു. അമ്മ പോയോ? എന്നാ കുറച്ചു നേരം കൂടി കിടന്നുറങ്ങാം. എന്താ ഞാൻ പോയിന്ന് പറഞ്ഞ് വീണ്ടും കിടന്നുറങ്ങല്ലേ? എഴുന്നേക്ക്. ഗുഡ് മോർണിംഗ് അമ്മക്കുട്ടി. ബ്രേക്ക്ഫാസ്റ്റ് ആയില്ലേ? ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ടുണ്ട്. നിങ്ങൾ ഇരിക്കേ, ഇപ്പൊ എടുക്കാം. അപ്പ എന്തേ കാണാനില്ലല്ലോ? അപ്പ ജോഗിങ്ങിന് പോയിട്ട് ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. ഇപ്പൊ എത്തുമായിരിക്കും. നിങ്ങൾക്കൊന്നും പിടികിട്ടുന്നുണ്ടാവില്ല അല്ലേ? അപ്പോ ഞാൻ നിങ്ങൾക്ക് ഇവരെ പരിചയപ്പെടുത്താം. ഇത് ആനി എബ്രഹാം, വൈഫ് ഓഫ് എബ്രഹാം കുര്യൻ ആൻഡ് മദർ ഓഫ് സ്റ്റെഫി എബ്രഹാം ആൻഡ് കെവിൻ എബ്രഹാം. ആള് ഒരു ഹൗസ് വൈഫാണ്. ഭർത്താവ് മക്കളാണ് ആളുടെ ലോകം. ഇത് എബ്രഹാം കുര്യൻ, ഒരു പെർഫെക്റ്റ് ജെന്റിൽമാൻ, ഒരു പക്ക ബിസിനസ്മാൻ കൂടിയാണ് ഇദ്ദേഹം. ഇതൊക്കെയാണെങ്കിലും ആൾക്കൊരു പ്രത്യേക കഴിവ് കൂടിയുണ്ട്. തൊടുന്നതെല്ലാം പൊട്ടിക്കും. ഇത് കെവിൻ എബ്രഹാം, ആനിയുടെയും എബ്രഹത്തിന്റെയും രണ്ടാമത്തെ മകൻ, നമ്മുടെ കഥയിലെ നായകൻ. ആള് ബികോം ഫൈനൽ ഇയർ സ്റ്റുഡന്റ് ആണ്. എ കൂൾ ആൻഡ് ചാമിംഗ് പേഴ്സൺ. കെവിന്റെ കഴിവിനെ പറ്റി പറയുകയാണെങ്കിൽ ആള് പൊളിയായി പടം വരയ്ക്കും. സ്റ്റെഫൻ എബ്രഹാം, ആനിയുടെയും എബ്രഹത്തിന്റെയും മൂത്ത മകൻ. ആളൊരു MBBS സ്റ്റുഡന്റ് ആണ്. ആളുടെ കഴിവിനെ പറ്റി പറയുകയാണെങ്കിൽ ആള് ഒരു അസാമാന്യ ഡാൻസുകാരനാണ്. തന്റെ ചുവടുകൾ കൊണ്ട് മായാജലം കാണിക്കാൻ കഴിവുള്ള ആൾ. ഇവനായൻ കനവ് തിരുടും വരന ഉയരും ദൂരം മനതിലെങ്കും കോട്ടി കട്ടും മുരന മാരനിൻ മകനിവനായൻ കനവ് തിരുടും വരന ഉയരും ദൂരം മനതിലെങ്കും കോട്ടി കട്ടും മുരന. ബാക്കി നമുക്ക് വഴിയെ പരിചയപ്പെടാം. അപ്പ എത്തിയോ? നിങ്ങൾ ഇറങ്ങാനായോ? അപ്പാ ഞങ്ങളിപ്പോ ഇറങ്ങും. എന്നാ പോയിച്ചു വാ. ശരി. നീ എന്താ ഈ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടിരിക്കുന്നത്? ഒരു സ്റ്റൈൽ ആയിക്കോട്ടെ എന്ന് വെച്ചു. കാണാനും ഒരു ലുക്കല്ലേ? അതെ, കാണാന്നല്ല, കുരുടന്റെ എന്തിണ്ട് അത് ഊരി വെക്കണ ചക്ക. ശരി, ഊരി വെച്ചു. പക്ഷേ അസൂയക്കും കഷണ്ടിക്കും മരുന്നില്ല എന്നാ. ഓ പിന്നെ അസൂയപ്പെടാൻ പറ്റിയൊരു മുതല് ഒന്ന് പോടാ.
നിനക്കറിയോ കോളേജിലെ എന്റെ പുറകെ പെമ്പിള്ളേരുടെ ഒരു ക്യൂ തന്നെയുണ്ട്. പെമ്പിള്ളേര് നിന്റെ പുറകെ ഉണ്ടെന്നാണോ അതോ നീ പെമ്പിള്ളേരുടെ പുറകെ നടക്കുന്നുണ്ടെന്നാണോ? ഓ, തമാശയാവും അല്ലേ? അങ്ങനെയാണെങ്കിൽ മോൻ നാളെ തൊട്ട് ബസ്സിൽ പോയാൽ മതി. നിന്നെ കൊണ്ടുവന്നാക്കാൻ എന്നെ കിട്ടില്ല. അയ്യോ, അങ്ങനെ പറയല്ലേ, ഞാൻ വെറുതെ പറഞ്ഞതാ. ആ, അങ്ങനെ വഴിക്കുവാ. എന്താണ് മക്കളെ, കാര്യമായി പഠിക്കുന്നുണ്ടല്ലോ എല്ലാവരും? ആ, നീ എത്തിയോ? ഇന്ന് ഫസ്റ്റ് അവർ ആ കാലമാടനാ. ചോദ്യം ചോദിച്ച് കിട്ടിയില്ലെങ്കിൽ ഇമ്പോസിഷൻ ആയിരിക്കും. എഴുതാൻ എനിക്ക് വയ്യ. പക്ഷെ എന്തേ ഇതുവരെ വന്നില്ല അവൻ? അവനത് ലീവാ. നിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആണോ? ഞാൻ ശ്രദ്ധിച്ചില്ല. വാ, ക്ലാസ്സിൽ കയറാൻ ടൈമായി. ഇനി ഇവിടെ നിന്നാ ലേറ്റ് ആയതിന് ക്ലാസ്സിന് പുറത്താവും. Excuse me, യെസ്. Dr. Stephen. Hello. Hey. ആ, യെസ്. ആരാ? ഞാൻ ഡോക്ടർ സന ഐസക്. നിങ്ങളുടെ ടീമിൽ പുതിയതായി ജോയിൻ ചെയ്യാൻ വന്നതാ. ആ, യെസ്, സന. ജോസഫ് സർ പറഞ്ഞിരുന്നു. മൈസെൽഫ് സ്റ്റെഫിൻ അബ്രഹാം, ടീം ലീഡറാണ്. താനിവിടെ പുതിയ ആളല്ലേ? വാ, തനിക്ക് ഞാൻ ടീം മെമ്പേഴ്സിനെ പരിചയപ്പെടുത്താം. ഇത് അലക്സ്, ഇത് സ്റ്റീന. ഹായ്. ഇത് സന, നമ്മുടെ ടീമിലെ പുതിയ മെമ്പർ. ഹായ്, ഞാൻ അലക്സ്, ടീമിലെ ഫിസിഷ്യൻ ആണ്. ഹായ്, ഞാൻ സ്റ്റീന. ഞാനും ഫിസിഷ്യൻ തന്നെയാണ്. ഹായ്, ഞാൻ സന ഐസക്, സ്പെഷ്യലൈസ്ഡ് ഇൻ കാർഡിയോളജി. താനോ? ഞാൻ ന്യൂറോളജിയാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. ബാക്കി നമുക്ക് എല്ലാവർക്കും വലിയ പരിചയപ്പെടാം. ഇപ്പോൾ ഒരു അർജന്റ് കേസ് ഉണ്ട്. വാ, പോകാം. ആനിക്കുട്ടി, വിട് മനുഷ്യ, നിങ്ങൾ എന്തീ കാണിക്കണേ? എന്തേ എനിക്ക് എന്റെ ഭാര്യയെ കെട്ടിപ്പിടിച്ചോടെ? സ്ഥലകാലബോധം കൂടി വേണം. ഇതേ അടുക്കളയാ, റൂമല്ല. ചെന്ന് ഫോൺ എടുക്ക്. ഇതാരാ ഈ നേരത്ത്? ഒന്നും മനുഷ്യനെ റൊമാൻറ്റിക് ആവാൻ ആരെ വിളിച്ചേ? അത് ഡേവിഡ് ആയിരുന്നു. ഡേവിഡും മക്കളും നാളെ വരുന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അവൻ വരില്ലെന്ന്, മക്കളെ മാത്രമേ വരുന്നുള്ളൂ. അപ്പോ അവരൊന്ന് പിക്ക് ചെയ്യാനായിട്ടുള്ള കാര്യം ചെയ്യുമെന്ന് ചോദിക്കാം. പക്ഷെ എനിക്ക് നാളെ ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ട്. അപ്പോ നാളെ സൺഡേ അല്ലേ? സ്റ്റെഫിനോടോ കെവിനോടോ ആരോടെങ്കിലും പറയാം, അവര് പിക്ക് ചെയ്തോളും. എനിക്ക് നീ അവരോടൊന്ന് പറഞ്ഞേക്ക്. എന്താണ് മോനെ, കാര്യമായ ഒരാലോചന? ഏയ്, ഒന്നുമില്ലടാ. അപ്പോ എന്തോ ഉണ്ട്. എന്താ, സത്യം പറ. അത് ഇന്ന് ഞാൻ ഒരു പെൺകുട്ടിയെ കണ്ടു. എൻ്റെ ടീമിൽ പുതിയതായി ജോയിൻ ചെയ്യാൻ വന്നതാ. ഒരു പൂച്ചക്കുട്ടിയെ പോലെയുണ്ട്. പേര് സന. അതിന് ഓ ചക്ക, ഞാൻ പറയുന്നൊന്ന് കേക്ക്. അവളുടെ ചിരി കാണാൻ എന്ത് ഭംഗിയാണെന്നോ. ഇതുവരെയും ഞാൻ അങ്ങനെ ഒരു ചിരി ആരിലും കണ്ടിട്ടില്ല. കാണാൻ തന്നെ നല്ല ഭംഗി. ആ ചിരി, അവളുടെ മുഖവും എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ലടാ. ഓ, ചുരുക്കി പറഞ്ഞ സ്പാർക്ക് വീണെന്നല്ലേ? അങ്ങനെയും പറയാം. പക്ഷെ അവളെ കണ്ടപ്പോ എന്റെ മനസ്സ് പറയുക, അവളാണ് എന്റെ ജീവിതത്തിലെ മാലാക എന്ന്. നിന്റെ ജീവിതത്തിലെ മാലാകയെ നീ കണ്ടുപിടിച്ചു. ഇനി എന്റെ ജീവിതത്തിലെ മാലാക എവിടെയാണോ എന്തോ. നീ വിഷമിക്കണ്ടടാ, നിനക്കും ഉണ്ടാവും ഇതുപോലൊരു മാലാക. സമയമാകുമ്പോ ആ മാലാക നിന്റെ അടുത്തേക്ക് തന്നെ വരും. ഓർഗനൈസ് നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ. അപ്പോൾ ശരി, ബൈ ബൈ.